Hi friends, welcome back to jaya'srecipes. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ക്രീമി ആയിട്ടുള്ള ഒരു സേമിയ പായസമാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി സേമിയ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അപ്പോൾ പ്രാവശ്യം ഓണമൊക്കെ വരില്ലേ, അപ്പോൾ ഓണത്തിന് നിങ്ങൾ ഇതുപോലെ പായസം ഒന്ന് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റാണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ആ കിസ്മിസും കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്ത് എടുക്കാം. അപ്പോൾ ഇത് വറുത്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള നെയ്യിലേക്ക് ഞാൻ ഒരു അരക്കപ്പിനൊക്കെ കുറച്ച് കുറവ് സേമിയ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് വണ്ണുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നിങ്ങൾ റോസ്റ്റഡ് സേമിയ വാങ്ങിയാലും ഒന്ന് നെയ്യിൽ വറുത്തിട്ടാണ് ഉണ്ടാക്കാവൂ. അപ്പോഴാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതും കൂടി ചേർത്തിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളറിൽ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ ഇതൊരു ലൈറ്റ് ഗോൾഡൻ കളറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയിത് നമുക്കിത് മാറ്റാം. ഇനി പാല് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ ആദ്യം ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി, വെള്ളം അധികം ആവണ്ട. ഇനി ഇതിലേക്ക് 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ 1 ലിറ്റർ പാല് ഫാറ്റ് മാറ്റാത്ത പാല് വേണം, അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ക്രീം മാറ്റിയ പാലാവുമ്പോൾ അത്ര അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ഫുൾ ഫാറ്റുള്ള പാല് എടുക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം ടോൺഡ് മിൽക്ക്, ഫാറ്റ് കുറച്ച് മാറ്റിയ പാൽ എടുക്കാമെന്ന് മാത്രം. ഇനി അതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണിനേക്കാൾ കുറവ് നെയ്യ് ചേർക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനിയിപ്പോൾ ഇത് തിളച്ച് വരുന്നുണ്ട്. അത് തിളച്ചതിൻ്റെ ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു 8-10 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വെക്കുക. അതാ നമ്മൾ ഒഴിച്ച വെള്ളമില്ലേ, ആ വെള്ളം വറ്റണം, നന്നായിട്ട് വറ്റണം. അപ്പോൾ ഈ ക്യാമറ ഒന്ന് ഇതൊന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, എന്തോ ഒരു ചെറിയൊരു പ്രോബ്ലം എന്താണ്. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റണം. ഇത് ഇപ്പോൾ ഒരു 8 മിനിറ്റോളം ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈ സേമിയ ചേർക്കുകയാണ്. എന്നിട്ട് സേമിയ ചേർത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സേമിയ നന്നായിട്ട് വേവിച്ചെടുക്കുക. ഒരു 8-10 മിനിറ്റോളം വേവിച്ചാൽ മതിയാവും. സേമിയ ഒന്ന് സോഫ്റ്റ് ആവണം, ശ്രദ്ധിക്കുക. സേമിയ ഓവർ കുക്കാവരുത്. ഓവർ കുക്കായി കഴിഞ്ഞാൽ പിന്നെ അത് ഇരുന്ന് കഴിഞ്ഞാലും നമ്മളിങ്ങനെ ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതിങ്ങനെ ഇരുന്ന് കുക്കാവും. അപ്പോൾ അതിനനുസരിച്ച് മാത്രമേ സേമിയ വേവാവൂ. അപ്പോൾ ഒന്ന് സോഫ്റ്റ് ആവണം നന്നായിട്ട്. അപ്പോൾ ഈ സേമിയ നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം സേമിയ വേവിക്കാൻ. ഇടയ്ക്കൊക്കെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ആ സേമിയ അടി പിടിക്കണ്ട. അപ്പോൾ ഏറ്റവും ഫ്ലെയിം കുറച്ചിട്ട് സേമിയ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇതാ സേമിയ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ടേസ്റ്റും കുറച്ച് ന്യൂട്രീഷ്യസൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ബദാം പേസ്റ്റാണ്. ഒരു 15 മുതൽ 20 വരെ, ഞാനിപ്പോൾ ഒരു 20 ബദാമോളം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കുതിർത്തിയിട്ട് തൊലി കളഞ്ഞിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരയ്ക്കണം. അതിൽ ചെറിയ തരിതരിപ്പായിട്ടുണ്ടെങ്കിൽ നമ്മൾ പായസം കുടിക്കുമ്പോൾ ആ തരി ഇങ്ങനെ നമ്മളുടെ വായിൽ കടിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് വേണമെങ്കിൽ അരിപ്പയിൽ അരിച്ചിട്ട് ഇതിൽ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ആയാലും മതി. അപ്പോൾ തരി ഉണ്ടാവാതെ നമ്മൾ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി എങ്ങാനും തരി ഉണ്ടെങ്കിൽ അരിപ്പയിൽ, ചായയുടെ അരിപ്പയിലൊന്ന് അരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്താലും മതി. അപ്പോൾ ബദാം നന്നായിട്ട് കുതിർത്തിയിട്ട് തൊലി കളയണം. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ബദാം കുതിർത്തി എടുക്കാൻ അങ്ങനെ ഒരു കാര്യം ചെയ്താൽ മതി. ബദാം ചൂടുള്ള തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് തിളപ്പിച്ചിട്ട് തൊലി കളഞ്ഞിട്ട് അരച്ചെടുക്കുക. അങ്ങനെ ചെയ്താലും മതി, പെട്ടെന്ന് കിട്ടണമെങ്കിൽ കേട്ടോ. അപ്പോൾ കുതിർക്കാനൊക്കെ സമയം കിട്ടിയില്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനി നന്നായി തിളയ്ക്കണം. ബദാമാവ് കാരണം അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കാൻ, ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇനി ഇത് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ആ ബദാം നന്നായിട്ട് വേവണം.
ഒരു 4-5 മിനിറ്റൊക്കെ മതി. ആ ബദാം നന്നായിട്ടൊന്ന് വേവട്ടെ. അപ്പം ഇനി ഞാൻ ഇതിലേക്ക് ഒരു സംഭവം കൂടി ചേർക്കുന്നുണ്ട്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, ഒരു ലേശം, ഒരു 1/4 കപ്പ് പാലിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഞാനൊന്ന് ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ് കേട്ടോ, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളൂ. അത് ഒരു 1/4 കപ്പ് പാലിൽ, ഒരു ഇളം ചൂടുള്ള പാലിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിലങ്ങോട്ട് ചേർത്താൽ മതി. അപ്പോൾ അതിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റും ഒരു കൊഴുപ്പും ഒക്കെ കിട്ടും ചെയ്യും. അപ്പോൾ ഈ പായസം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല കൊഴുന്നനെ നമുക്ക് ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാനുള്ള കറക്റ്റ് പരുവായിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇപ്പോൾ ബദാമൊക്കെ നന്നായിട്ട് വെന്ത് ഒക്കെ പാകമായിരിക്കണു. ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനൊരു 1/2 കപ്പും കുറച്ചും കൂടിയും ചേർത്തു കേട്ടോ. മധുരം ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുകയാണ് എപ്പോഴും നല്ലത്. മധുരം ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുക, ആ മധുരം ഒന്ന് പിടിക്കണം, അത്രേ വേണ്ടൂ. അത് കഴിഞ്ഞ് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഏലക്കായപ്പൊടിയൊക്കെ ചേർത്തിട്ട് പിന്നെ നമ്മൾ പായസത്തിന് കട്ടി കൂടി കഴിഞ്ഞാൽ കുറച്ച് നല്ല ചൂടുള്ള പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ശരിയായിക്കോളും. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് കറക്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആവശ്യത്തിന് ഏലക്കാപ്പൊടി ചേർക്കാം. നട്ട്സൊക്കെ നമുക്ക് വറുത്തതൊക്കെ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇതിനി ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയാവുമ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആവും കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് ആ പായസത്തിൻ്റെ ഇത് വല്ലാതെ അങ്ങനെ കട്ടിയായാലും നന്നല്ല, പിന്നെ തീരെ കട്ടി കുറഞ്ഞാലും നന്നല്ല. കറക്റ്റ് കൺസിസ്റ്റൻസി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആവും. അപ്പം ഞാൻ 1/2 കപ്പ് നിറച്ച് സേമിയ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, ലേശം കുറവുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ റെഡിയായി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ബദാമൊക്കെ ചേർക്കുക കാരണം വളരെ ന്യൂട്രീഷ്യസ് ആണ്. പിന്നെ നെർവ്സിനൊക്കെ വളരെ നല്ലതാണ് ബദാമൊക്കെ കഴിക്കുന്നത്. നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് ബദാമൊക്കെ ഇങ്ങനെ അരച്ച് ചേർത്ത് കൊടുത്താൽ വളരെ ഹെൽത്തിയാണ്, അവർക്കൊക്കെ വളരെ നല്ലതാണത്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് വേറെ റെസിപ്പി വീണ്ടും കാണാം. താങ്ക് യു.